ദശകങ്ങളായി തുടർന്നു പോകുന്ന ചൈന പാകിസ്ഥാൻ ഹിമാലയത്തേക്കാൾ ഉയരമുള്ള സൗഹൃദത്തിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ചൈന തങ്ങളുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റുന്നു. പാകിസ്ഥാനിലെ ചൈനീസ് പൗരന്മാർക്കും നിക്ഷേപങ്ങൾക്കും നേരെ തുടർച്ചയായുണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ ഷീ ജിൻപിങ് ഭരണകൂടത്തെ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലെ വഖാൻ ഇടനാഴി വഴി സിൻജിയാങ്ങുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ ചൈന ശ്രമം തുടങ്ങി. ചൈന പാകിസ്ഥാൻ ഇടനാഴിയുടെ പരാജയവും ഗോദർ തുറമുഖത്തെ അനിശ്ചിതത്വവും പാകിസ്ഥാനെ ചൈനയുടെ വിശ്വസ്ത പങ്കാളി എന്ന സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഈ മാറ്റം ദക്ഷിണേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്നത് കൂടിയാണ്. പാകിസ്ഥാനിലെ സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ ചൈന മുന്നോട്ട് വരുന്നത്. അഫ്ഗാനിസ്ഥാനുമായി നേരിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ചൈന. ചൈനയെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ വഖാൻ ഇടനാഴി അത് തന്നെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഈ ഇടനാഴി സജീവമാക്കുന്നതിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ചകൾ നടത്തി കഴിഞ്ഞു. പാകിസ്ഥാനെ ഒഴിവാക്കി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് പുതിയൊരു പാത കണ്ടെത്തുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. പാകിസ്ഥാനിലെ ക്രമസമാധാന നില വഷളാകുന്നതും ചൈനീസ് പൗരന്മാർക്കും ആസ്തികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങളുമാണ് ചൈനയെ മാറ്റി ചിന്തിപ്പിച്ചത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ചൈന പടിപടിയായി പിന്മാറുകയാണ്. ബലൂചിസ്ഥാനിലെ ആക്രമണങ്ങളെ തുടർന്ന് ഗ്വാദറിലെ എല്ലാ ഗ്രൗണ്ട് ഓപ്പറേഷനുകളും ചൈന നിർത്തിവെച്ചിരിക്കുകയാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഗ്വാദർ തുറമുഖം. സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതോടെ പാകിസ്ഥാനെ ഒരു സുരക്ഷിത വ്യാപാര കേന്ദ്രമായി കാണാൻ ചൈന ഭയപ്പെടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ബദഖ്ഷാൻ പ്രവിശ്യയിലുള്ള 350 കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ ഭൂപ്രദേശമാണ് വഖാൻ ഇടനാഴി. ഇത് അഫ്ഗാനിസ്ഥാനെ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. പർവ്വതനിരകൾ നിറഞ്ഞ ദുർഘടമായ പാതയാണെങ്കിലും പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ ഇടനാഴി സഹായിക്കുമെന്നാണ് വിദഗ്ധരും വിലയിരുത്തുന്നത്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക കണക്ടിവിറ്റിയുടെ പ്രധാന കേന്ദ്രമായി മാറാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. എങ്കിലും നിരവധി പ്രതിസന്ധികൾ ചൈനയ്ക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി മറികടക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന പ്രദേശത്തോടു കൂടിയ ഈ പാതയിലൂടെയുള്ള യാത്രയും നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. ഈ പ്രദേശം നിലവിൽ വികസനം എത്താത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തതും കൂടിയാണ്. ഒരു വ്യാപാര പാതയ്ക്ക് ആവശ്യമായ റോഡുകളോ മറ്റു സംവിധാനങ്ങളോ അവിടെ നിലവിലില്ല. ഏകദേശം 350 കിലോമീറ്റർ നീളമുള്ള ഈ ഇടുങ്ങിയ ഭൂപ്രദേശം കൈകാര്യം ചെയ്യുന്നത് സാങ്കേതികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വഖാൻ ഇടനാഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈനയിൽ നടന്ന യോഗത്തിൽ അഫ്ഗാൻ അംബാസഡറും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. വഖാൻ ഇടനാഴി സജീവമാക്കുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും യോഗത്തിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. വഖാൻ ഇടനാഴിയിലൂടെയുള്ള പുതിയ പാത സജീവമാകുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്കും തന്ത്രപരമായ സ്ഥാനത്തിനുമെല്ലാം വലിയ തിരിച്ചടിയാകും. പാകിസ്ഥാനെ ഒരു ട്രാൻസിറ്റ് ഹബ്ബായി കാണുന്നത് കുറയ്ക്കാൻ ചൈന തീരുമാനിച്ചാൽ അത് പാകിസ്ഥാനിലേക്ക് എത്തേണ്ടിയിരുന്ന വലിയ തോതിലുള്ള ചൈനീസ് നിക്ഷേപങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കും. വഖാൻ ഇടനാഴിയിലൂടെയുള്ള അഫ്ഗാനിസ്ഥാൻ ഒരു പുതിയ കണക്ടിവിറ്റിയായി മാറുന്നത് മേഖലയിലെ പാകിസ്ഥാന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ പ്രാധാന്യം കുറയ്ക്കാൻ കാരണമാകും. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഒന്നായിരിക്കും ചൈനയുടെ ഈ പുതിയ അഫ്ഗാൻ നയം. സ്വന്തം മണ്ണിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന്റെ സ്വാഭാവിക പരിസമാപ്തിയാണിത്. വഖാൻ ഇടനാഴി സജീവമാകുന്നതോടെ അഫ്ഗാനിസ്ഥാൻ മേഖലയിലെ പുതിയ ട്രാൻസിറ്റ് ഹബ്ബായി മാറും. ഇത് പാകിസ്ഥാന്റെ തന്ത്രമായ പ്രാധാന്യം ഇല്ലാതാക്കും. ചൈനീസ് നിക്ഷേപം നിലയ്ക്കുന്നത് പാകിസ്ഥാനെ കടക്കണിയിലേക്കും ആഭ്യന്തര തകർച്ചയിലേക്കും കൂടുതൽ അടുപ്പിക്കും. ഭൂപ്രകൃതിയുടെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും വിശ്വസ്തതയില്ലാത്ത പാകിസ്ഥാനേക്കാൾ അഫ്ഗാനിസ്ഥാനിലെ ഉറച്ച പാതയാണ് ചൈനയ്ക്ക് ഇപ്പോൾ ലാഭകരമായി തോന്നുന്നത്. വരും വർഷങ്ങളിൽ ഏഷ്യയിലെ വ്യാപാര ഭൂപടത്തിൽ പാകിസ്ഥാനിന് ഒരു നോക്കുകുത്തിയായി മാറാനാണ് ഇതിലൂടെ സാധ്യത തെളിയുന്നത്.